ഹായ് ഓൾ, വെൽക്കം ടു സെമിക്കോളൻ. LBS MC എൻട്രൻസ് റിലേറ്റഡുള്ള എല്ലാ ഡൗട്ടും ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഇഫ് യു ഹാവ് എനി മോർ ഡൗട്ട്സ് ലെറ്റ് us know ഇൻ ദ കമൻറ്റ്സ്. ആദ്യമായിട്ട് എന്താണ് LBS MC എൻട്രൻസ്? കേരളത്തിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് കോമൺ ആയിട്ട് MCAക്ക് വേണ്ടി നടത്തുന്ന എൻട്രൻസ് ആണ് LBS MC എൻട്രൻസ്. ഇത് നടത്തുന്നതും ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും LBS ആയതുകൊണ്ടാണ് ഇതിനെ LBS MC എൻട്രൻസ് എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കോമൺ ആയിട്ട് നടത്തുന്ന എൻട്രൻസ് ആണ് LBS MC എൻട്രൻസ് എന്ന്. ഏതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റി എന്ന് നോക്കാം. ഫസ്റ്റ് വൺ KTU ആണ്, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. സെക്കൻഡ് വൺ കേരള യൂണിവേഴ്സിറ്റി. തേർഡ് വൺ MG യൂണിവേഴ്സിറ്റി. ആൻഡ് ഫോർത്ത് വൺ കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഏത് കോളേജിൽ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഈ എൻട്രൻസ് അപ്പിയർ ചെയ്തേ പറ്റുള്ളൂ. ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണ്, അത് ഏത് സ്ട്രീമും ആയിക്കോട്ടെ, നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യാൻ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ MCA പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയർ സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? നിങ്ങൾ ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കണം, നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എൻട്രൻസ് എഴുതാൻ വേണ്ട മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ആൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ, അത് ഏത് സ്ട്രീം ആയിക്കോട്ടെ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് ഡിഗ്രിയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. റിസർവ്ഡ് കാറ്റഗറീസിന് 45% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് +2 ലെവലിലോ ഗ്രാജുവേഷൻ ലെവലിലോ നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ MCA അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി തരുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ എടുത്തിരിക്കണം. ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും. കമ്പ്യൂട്ടർ നിങ്ങൾ +2ലോ ഡിഗ്രിയിലോ പഠിച്ചിട്ടില്ല എങ്കിൽ ഇതേപോലെ ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ MCA അഡ്മിഷനെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം. എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സുകൾ എന്ന് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് ഇയർ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ 10 ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ റിലീസ് ആയത്. എക്സാം ഒരു ജൂൺ 29 എക്സാം നടന്നത്. നമുക്ക് ആ ഒരു ടൈം റേഞ്ച് തന്നെ ഈ വർഷവും എക്സ്പെക്ട് ചെയ്യാം. നോർമലി എക്സാം വരുന്നത് ജൂൺ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആ റേഞ്ചിലും, നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മന്തുകളിലാണ് നോർമലി കണ്ടുവരാറുള്ളത്. എക്സാം പാറ്റേൺ ആൻഡ് സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 120 മാർക്സിനാണ് എക്സാം നടത്തുന്നത്. ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ് ആണ്. ഞാൻ ആൾറെഡി പറഞ്ഞു 120 മാർക്സിനാണ് എക്സാം നടത്തുന്നത്. അതിൽ 50 മാർക്കിന് കമ്പ്യൂട്ടറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, 25 മാർക്കിന് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, 25 മാർക്കിന് QA ആൻഡ് ലോജിക്കൽ എബിലിറ്റി, 15 മാർക്കിന് ഇംഗ്ലീഷ്, 5 മാർക്കിന് കറണ്ട് അഫയേഴ്സ്. ഇനി ഓരോന്നും സിലബസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA പഠിക്കുന്ന സ്റ്റുഡൻസ് പഠിക്കുന്ന ടോപ്പിക്സ് ആണ് ഈ കമ്പ്യൂട്ടറിൽ ചോദിച്ചു വരാറുള്ളത്. അതിൽ ബേസിക് ആയിട്ട് വരുന്നത് പ്രോബ്ലം സോൾവിംഗ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഡിജിറ്റൽ ഫണ്ടമെന്റൽസ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഡേറ്റാബേസ് ഫണ്ടമെന്റൽസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഒക്കെയാണ് മെയിൻലി ചോദിച്ചു വരാറുള്ളത്. ഇനി മാത്സ് എടുക്കുകയാണെങ്കിൽ +2 ലെവൽ മാത്സ് ടോപ്പിക്കുകളാണ് ഇവിടെ ചോദിക്കാറുള്ളത്. അതിൽ ആൾജിബ്ര വരാറുണ്ട്, കോർഡിനേറ്റ് ജോമെട്രി ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, ആൻഡ് മെൻസുറേഷനും ഉണ്ട്. ഇനി QA എടുക്കുകയാണെങ്കിൽ QA നമുക്കൊരു PSC അല്ലെങ്കിൽ SSC ലെവൽ ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ചു വരാറുണ്ട്. PSCSCയിലുള്ള ക്ലോക്ക്, നമ്മുടെ ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, വർക്ക് ആൻഡ് ടൈം, ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നോർമലി കാണാറുണ്ട്. ഇനി ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാം അല്ലെങ്കിൽ PSC SSC ഡിഗ്രി ലെവൽ എക്സാമിനും അല്ലെങ്കിൽ +2 ലെവൽ എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ലെവലാണ് ഈ ഒരു ഇംഗ്ലീഷ് ഏരിയയിൽ നിന്ന് ചോദിക്കാറുള്ളത്. ജനറൽ നോളജിൽ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GK നോർമലി ചോദിച്ച് കാണാറുണ്ട്. ഇനി മാർക്കിംഗ് സ്കീം ആൾറെഡി ഞാൻ പറഞ്ഞു, കറക്റ്റ് ആൻസറിന് 1 മാർക്കും റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി രണ്ട് സ്റ്റുഡന്റിന് 120 രണ്ടുപേർക്ക് സെയിം മാർക്കാണ്, 120 മാർക്കിൽ രണ്ടുപേർക്ക് 80 ആണ് എന്നുണ്ടെങ്കിൽ ആർക്കാണോ കമ്പ്യൂട്ടർ സയൻസിന് കൂടുതൽ മാർക്ക് ഉള്ളത് അയാൾക്കായിരിക്കും ഹയർ റാങ്ക്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ SL സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ അങ്ങനെ ഏതെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് വേണം. പിന്നെ നിങ്ങൾക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൈനൽ സെം എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ അപ്ലോഡ് ചെയ്യാൻ വേണം. ഡിഗ്രി പാസ് ഔട്ട് ആയ ഒരാളാണെങ്കിൽ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം അപ്ലോഡ് ചെയ്യാൻ സമയത്ത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ നിങ്ങൾക്ക് എന്താണ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, ഇൻകം സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾക്ക് എന്തായിരിക്കണം ആ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിരിക്കണം. ഇനി ഏതൊക്കെ കോളേജുകളാണ് മെയിൻലി ഈ ഒരു എൻട്രൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്?
ഈ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള കോളേജുകൾ ഓൾമോസ്റ്റ് 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളാണ് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന കോളേജുകൾ. 3 ഗവൺമെന്റ് കോളേജും 2 എയ്ഡഡ് കോളേജും. ഇതല്ലാതെ 5ഓളം കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളും ഏകദേശം 40ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ലാസ്റ്റ് ഇയർ ബേസ് ചെയ്ത് ഈ ഒരു എൻട്രൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏത് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻട്രൻസ് എഴുതിയിരിക്കണം. നിങ്ങൾ ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ MC എൻട്രൻസ് കോച്ചിങ് നോക്കുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ അവർ കോഴ്സ്. നമ്മൾ ലാസ്റ്റ് 3 ഇയർ ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് LBS MC എൻട്രൻസിന് വേണ്ടിയുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പ് റാങ്ക്സും ഹയർ റേറ്റ് ഓഫ് അഡ്മിഷൻ ഇൻ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ്. 2023 നമുക്ക് 3rd റാങ്കും 8th റാങ്കും ഉണ്ടായിരുന്നു. 2024 ടോപ്പ് 10ൽ 6 റാങ്ക്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് 2nd റാങ്ക്, 3rd റാങ്ക്, 5th റാങ്ക്, 7th റാങ്ക്, 8th റാങ്ക് ആൻഡ് 9th റാങ്ക്. ലാസ്റ്റ് ഇയറിൽ നമുക്ക് ടോപ്പ് 10ൽ 4 റാങ്ക്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് 1st റാങ്ക്. ഇനി still if you having any doubts, you can join a orientation session that is conducted on April 12th. See you there.